അപ്പം നമ്മൾ ഐക്യയിൽ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ നാഗസാന്ദ്രയിലാണിത് ഈ ഐക്യ ഇരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു കോമ്പൗണ്ടാണ്. ഒരുപാട് ഗാർഡനൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് ബാക്കി വിശേഷം ഉള്ളിൽ പോയിട്ട് കാണാം. ഐ തിങ്ക് അവിടെ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബെഡാണ് കാണുന്നത്. സെയിലിന് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആഡാണ് കേട്ടോ. നമുക്കിതിലൂടെ മുകളിലോട്ട് പോകാം. ഇവിടെ ഫുള്ള് ഫർണിച്ചേഴ്സും ഹോം അപ്ലയൻസ് ഒക്കെയാണ് കേട്ടോ കൂടുതൽ. ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഇത് ചെയർ പാഡ്സ് ആണ്. നമ്മുടെ ചെയറിലെ സീറ്റിലൊക്കെ ഇപ്പം സീറ്റില്ലാത്ത ഇതിനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതുപോലത്തെ പുഷിൻ്റെ ഒരു തിൻ ലെയർ 79 റുപ്പീസാണ്. ആക്ച്വൽ പ്രൈസ് 199 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാറ്റ്സ് ഉണ്ട്. ഡോർ മാറ്റ് തിന്നാണ്, ബട്ട് ക്വാളിറ്റി ഉണ്ട്. 99 റുപ്പീസ്. ഇത് സ്റ്റോറേജ് ബോക്സസ് ആണ്. 200 റുപ്പീസാണ് സെയിലിനുള്ളത്. ഇത് 300ൻ്റെ വലിയ സ്റ്റോറേജ്. ഇത് ബാമ്പൂൻ്റെ ബൗളാണ്. 799. സ്പൂൺ. ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഫുൾ സെറ്റിൻ്റെ പ്രൈസ് 1690 റുപ്പീസാണ്. എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി വർക്ക് യൂണിറ്റ് സെറ്റ് ചെയ്തതാണ്. ചെറിയൊരെണ്ണം, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, പെഗ് ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ ഒരു ചെറിയ ലൈറ്റ്, പെൻ സ്റ്റാൻഡ്സൊക്കെ ഉണ്ട്. ബുക്ക് ഷെൽസ് ഉണ്ട്. ചെറിയൊരു ടേബിൾ അതായിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ മേളൊരു ഷെൽഫ്. ഈ സൈഡിൽ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു റൂം തന്നെയാണ് അവർ എല്ലാ സൈഡിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട്. ഇത് ആ സൈഡിൽ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കുറേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ട്. ജാസ് ഉണ്ട്. കണ്ടോ, ഈ മിറർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ കയ്യിലുണ്ടോ? ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു ഓൾറെഡി. ബട്ട് ഇതെല്ലാം നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി. ഇതെനിക്ക് സെറ്റ് ചെയ്ത് ഇഷ്ടമായി.
ഐക്യയുടെ ഒരു പ്രത്യേകത. എല്ലാം ഓരോരോ രീതിയിൽ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്കൊരു ഐഡിയ തരാൻ വേണ്ടി. നമുക്ക് വാഷ്റൂം വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കിഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ലിവിങ് സ്പേസിൻ്റെ ഡെമോ ആണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. നല്ല ഗ്രീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും പിന്നെ ബാക്കിൽ വെച്ചിരിക്കുന്ന ആ ഒരു വിൻഡോസൊക്കെ ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഇതൊരു ഫ്ലവർ വേസാണ്. നല്ല സ്ലിം ആയിട്ടുള്ളത്, നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം മൊത്തം ഒരു സെക്ഷനാണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺസ് കളറൊക്കെ ആയിട്ട് വരുന്നത്. കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സോഫാസും ചെയേഴ്സൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഈച്ച് ആൻഡ് എവറി സാധനം അവർ ഡെമോയിൽ വെച്ചിട്ടുള്ള ആണെങ്കിലും നന്നായിട്ട് എല്ലാത്തിൻ്റെ റേറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഗെയിൻ ഈ ഒരു സെക്ഷനിൽ മാത്രമല്ല അവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇത് ഇൻ ബിറ്റ്വീൻ ഇതുപോലെ വേറെ ഒരു റൂം സെറ്റപ്പ് കാണാം. ഇതൊരു കിച്ചൺ പ്ലസ് ഡൈനിങ് വരുന്നൊരു കുറച്ച് വലിയ ഒരു കിച്ചൺ സ്പേസാണ്. ഇവിടെ എടുത്താലും തീരില്ല. എനിക്ക് ഇനി നല്ല കുറച്ച് എന്താ പറയുക, എനിക്കൊരുപാട് മിസ് ചെയ്യരുതെന്ന് പറയാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഇനി എടുക്കുന്നുള്ളൂ. ഓക്കെ, എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇഷ്ടംപോലെ ഉണ്ട് എടുക്കാൻ. ഞാൻ മുഴുവനും കവർ ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഏത് വഴി എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആൻഡ് ഞാൻ ചോദിച്ചപ്പം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോയിട്ട് വേണം വേറെ ഫ്ലോറിലേക്ക് പോകാനായിട്ട്. ഇൻ ബിറ്റ്വീൻ വഴിയൊന്നുമില്ല. സോ ഞാൻ ഇത്രയും നടന്ന വഴി തിരിച്ചു പോകണം. എനിക്ക് ഈ വൈറ്റ് എന്താ പറയുക ബാസ്ക്കറ്റ്സിനോട് ഭയങ്കര ക്രേസാണ്. വൈറ്റ് എവിടെ കണ്ടാലും ഞാനിങ്ങനെ നോക്കും. 299 ആണ് ഇതിൻ്റെ പ്രൈസ്. അതുപോലെ ഒരു നല്ല ബ്ലാക്ക് ഈ കിച്ചണിലൊക്കെ എല്ലാ കിച്ചണിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ഫ്ലവർ പോട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബക്കറ്റ് ടൈപ്പ്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ദിസ് ഈസ് 199. നോ 149 ആണേ. ചെറുത് പ്ലാസ്റ്റിക് ആണല്ലോ. 29 rupees ഓൺലി. നല്ല ഫ്രെയിംസ് കേട്ടോ. സീരിയസ്ലി പറയണമെങ്കിൽ നല്ല ബോക്സ് ഫ്രെയിംസ് ആണ്. നല്ല ഭംഗിയുള്ള ബോഹോ പെയിൻറ്റിങ്സൊക്കെയാണ്. എല്ലാം ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ്. നമ്മൾ എവിടെയും കാണാത്ത ടൈപ്പ് സാധനങ്ങളാണെല്ലാം. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എക്സിബിഷൻ പോലെ നമുക്ക് കണ്ടിട്ട് പോയാലും എന്താ പറയുക നഷ്ടമാവില്ല. അങ്ങനെയാണ് ഇവിടെ. പഴയ മ്യൂസിക് സിസ്റ്റം. കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ under ₹7,500. ഇവിടെ കുറച്ച് കബോർഡ്സ്, സ്റ്റോറേജ് യൂണിറ്റ്സ് ഒക്കെയാണ്. എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ബ്ലാക്കും നല്ല മാറ്റ് ഫിനിഷോടുകൂടിയൊക്കെ ഉണ്ട് കേട്ടോ. ഐ കാൺട്ട് ഏബിൾ ടു മിസ് എനി വൺ. ഞാൻ വിചാരിച്ചു എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യേണ്ടെന്ന്. ബട്ട് ഓരോ കളർ കോമ്പിനേഷൻസ് കാണുമ്പോൾ എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഇത് അഗെയിൻ വേറൊരു റൂം സെറ്റാണ്. ഇതിൻ്റെ ബാക്കിലുള്ള കളറുകളിലെ പെയിൻറ്റ് നല്ല രസമുണ്ട്. ഇതൊരു വർക്ക് സ്പേസ് പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അഗെയിൻ ബിറ്റ്വീൻ ഇതുപോലെ കുറേ പ്ലാന്റ്സും പോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി യൂണിറ്റ്സ് പ്ലസ് വർക്ക് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ റാക്സ് അതെല്ലാം നല്ല ലൈറ്റാണ് എല്ലാം. പിന്നെ ഇടയ്ക്ക് പിന്നെയും ഇതുപോലെ കിച്ചൺസും ബെഡ്റൂംസും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു നല്ല ഒരു മോഡുലാർ കിച്ചണാണ്. എല്ലാ കിച്ചൺസും മോഡുലാർ കിച്ചൺസ് തന്നെയാണ്. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ കിച്ചൺ ചെയ്തിരിക്കുന്നത് കാണാം. നമുക്കത് അതിൻ്റെയും റേറ്റ്സും കാര്യങ്ങളൊക്കെ അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഫുൾ സെറ്റപ്പിന്. അപ്പം
അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു എന്താ പറയുക ലോണ്ട്രി യൂണിറ്റാണ് ആ കിച്ചണോട് ചേർന്നിട്ട്. ഇതിൻ്റെ കളറ് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഇതൊരു സ്മോൾ കിച്ചണാണ്. സ്മോൾ ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. നമുക്ക് അത്ര സ്പേസ് മതി. നമുക്കൊരു കേരള കിച്ചണൊക്കെ കണ്ടില്ലേ, ഭയങ്കര സ്പേസിലുണ്ടാക്കും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്ര സ്പേസ് മതി, പക്ഷേ നല്ല നീറ്റായിട്ട് ചിരുന്ന് കഴിഞ്ഞാൽ അത്ര മതിയും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഇതൊക്കെ വളരെ ചെറിയ സ്പേസാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇതിൻ്റെ ടേബിൾ കൗണ്ടറൊക്കെ വൈറ്റാണ്. എല്ലാത്തിൻ്റെയും അധികവും വൈറ്റ് ലൈറ്റ് കളേഴ്സ് തന്നെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വേറെ ഒരു യൂണിറ്റാണ്. ഒരു ജൂട്ടിൻ്റെ ബാഗ് തോന്നുന്നുണ്ട്. എല്ലാത്തിനകത്തും നോക്കി, ഈവൻ ലൈറ്റ്സ് ആണെങ്കിലും ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും മേലെ അവർ റേറ്റ് വെച്ചിട്ടുണ്ട്. ബട്ട് അതിൻ്റെ മെയിൻ പോർഷൻ വേറെ ആയിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുമ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സോഫ്റ്റ് ടോയ്സ് ആണെങ്കിലും അവരുടെ റൂം അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളാണെങ്കിലും അവരുടെ റൂമിന് വേണ്ട സ്പെഷ്യൽ ലൈറ്റ്സ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ഒരു കോംബോ ആയിട്ട് വെച്ചിരുന്ന ചെറിയ ചെറിയ മിനി ടോയ്സ്, പിന്നെ ബുക്സ്, ഈ ഒരു ഫെൽറ്റ് വെച്ചുണ്ടാക്കിയ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. സോഫ്റ്റ് ടോയ്സൊക്കെ ഉണ്ട്. ഇപ്പം അതിന് നല്ല ഓഫർ നടക്കുന്നുണ്ട്. 70%, 50%, 35% ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓഫേഴ്സ്. പിന്നെ എല്ലാത്തിനും കണ്ടോ ഓളിൽ വെച്ചിരിക്കുന്നതിനൊക്കെ എല്ലാം തീം ബേസിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, നല്ലൊരു സ്നോ വൈറ്റ് കളറാണ് ഈ ഒരു വേറെ വന്നിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റൂം ഒരു ഗേളിൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്നതാണോ, ചെറിയൊരു സെറ്റപ്പ് വേണം. പിന്നെ അതിന് പറ്റിയ മാച്ചിങ് ആയിട്ടുള്ള ലൈറ്റ്സും വാളിൽ കണ്ടില്ലേ ഒരു ചെറിയൊരു ഫ്ലവർ ഇതിലുള്ള ബൾബൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്, കർട്ടൻസൊക്കെ വെച്ചിട്ട്. പിന്നെ കുറച്ചിങ്ങോട്ട് വരുമ്പം ഇത് താഴേക്കാണ് കേട്ടോ. ഇതിൻ്റെ മേളിലൊന്നുമില്ല, താഴേക്കാണ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇവിടെ കുറേ ക്രോക്കറി ഐറ്റംസ്, ഗ്ലാസ് ജാർസ് അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കണ്ടത്. ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് ഐറ്റംസാണ് അവിടെ ലൈക്ക് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പല ഡിസൈനും പല ക്വാണ്ടിറ്റിയിലുള്ളതൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ പറ്റിയത്. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ പിന്നെ ഫുള്ള് ഇവിടുന്നൊക്കെയാണ് മറ്റേ റൂം സെറ്റ് ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഏരിയ ഇതാണ് കണ്ടോ. നല്ലൊരു ഓർക്കിഡ് പ്ലാൻ, നല്ല ഒറിജിനാലിറ്റിയാണ് കാണാനായിട്ട്. പ്ലാന്റ്സും പോട്ട്സും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. ഇതൊരു ബോൺസായി ടൈപ്പ് ഒരു നല്ല ലൈവായിട്ടുള്ള ഒരു പ്ലാന്റ് പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു സെക്ഷൻ ലൈറ്റ്സിൻ്റെ ആണ് കേട്ടോ. ഇതുപോലെ കണ്ടോ ഹാങ്ങിങ് ലൈറ്റ്സ്, അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്, പിന്നെ അങ്ങനത്തെ അതുപോലത്തെ കുറേ ബൾബും കാര്യങ്ങളൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ളത്. പിന്നെ കുറച്ച് മുന്നിലോട്ട് വന്നപ്പം ഈ ഒരു ഏരിയയിൽ നമ്മുടെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, കുറേയൊക്കെ അതിനിടയ്ക്കൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി എക്സിറ്റ് തേടി നടക്കുമായിരുന്നു. നമ്മൾ ഐക്യന് തിരിച്ചു പോവുകയാണ്. ഒരുപാട് നേരം ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് എവിടെ പോകണമെന്ന് ഒരു പിടിയുമില്ല. സീരിയസ്ലി പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് എക്സിറ്റ് എവിടെയാണെന്ന് ചോദിക്കും, ആൻഡ് അവർ റൂട്ട് പറഞ്ഞു തരും. എഗെയിൻ വേറൊരു സെക്ഷനിലേക്ക് പോകും. ആൻഡ് ഫൈനലി ഞാൻ നിർത്തി പോക്ക് മതി കണ്ടതെന്ന് വെച്ചാൽ അത്ര വിശാലമായിട്ടുള്ള സ്ഥലമാണ്. സോ കുറച്ച് 2-3-4 സാധനം മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട ആൾക്കാർക്ക് നല്ല ഓപ്ഷനാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ. എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ജസ്റ്റ് ഒരു കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരിക്കലും നഷ്ടമാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.